Good morning all. So previous class നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് പഞ്ചായത്ത് രാജ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഇൻ കേരള. അതെങ്ങനെയാണ് കേരളത്തിലെ എഫക്റ്റ്, അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ കേരളത്തിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആദ്യമേ നിലനിന്നിട്ടുള്ളൊരു സംഭവമാണ്. സോ അതെങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കാം. സോ ബേസിക്കലി കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത് 1956 കേരള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുൾ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത് 1956 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു. ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ്റെ ബേസിൽ ആന്ധ്രാപ്രദേശ് ആയിരുന്നു ഫസ്റ്റ്ലി ഫോംഡ് സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് കേരളമല്ല, പക്ഷേ 1956 കേരളം ഫോം ചെയ്തിട്ടുണ്ട്. സോ ബിഫോർ, അതായത് കേരള എന്നുള്ള ആ ഒരു ഫോമിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മളുടെ അതായത് ഫോർമേഷൻ ഇൻ എ സിംഗിൾ പൊളിറ്റിക്കൽ യൂണിറ്റ്, അതായത് കേരളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിംഗിൾ പൊളിറ്റിക്കൽ യൂണിറ്റിലേക്ക് 1956 എത്തുന്നതിന് മുന്നേ കേരളം കംപ്രൈസ്ഡ് ഓഫ് 3 അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആയിരുന്നു. അതായത് 1956 മുന്നേ കേരളത്തിൽ നമ്മൾ കേരളം എന്ന് പറയുന്നത് 3 ഡിസ്ട്രിക്റ്റ് യൂണിറ്റിനെയായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിനെയായിരുന്നു കേരളം ഇപ്പോഴത്തെ കേരളമായിട്ട് കണക്കാക്കിയിരുന്നത്. അത് 3 ട്രാവൻകൂർ, കൊച്ചിൻ, മലബാർ, ഈ 3 ആ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ട്രാവൻകൂറും കൊച്ചിനും നേറ്റീവ് പ്രിൻസിപ്പാലിറ്റീസാണ്. അതായത് നാട്ടുരാജ്യം എന്നൊക്കെ പറയുന്ന പോലെ, അതായത് നമ്മളുടെ കേരള സൈഡിൽ തന്നെയുള്ള നേറ്റീവ് പ്രിൻസിപ്പാലിറ്റീസ് ആയിരുന്നു ഈ പറഞ്ഞ ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ. പക്ഷേ മലബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് പാർട്ട് ഓഫ് മദ്രാസ് പ്രസിഡൻസിൻ്റെ കീഴിലുള്ളതായിരുന്നു മലബാർ. അത് അണ്ടർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഇതിൽ വെച്ചിട്ട് മദ്രാസ് പ്രസിഡൻസിയുടെ പാർട്ടായിരുന്നു മലബാർ. പിന്നെ ദ പീപ്പിൾ ഓഫ് ദീസ് യൂണിറ്റ്സ് വർ ബൗണ്ടഡ് ബൈ എ ലാംഗ്വേജ്, നെയിംലി മലയാളം. എന്തുകൊണ്ടാണ് ഈ 3 മേഖല അല്ലെങ്കിൽ 3 ഡിസ്ട്രിക്റ്റിനെ ഒരു സ്റ്റേറ്റാക്കി മാറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ 3 യൂണിറ്റിലെ ആൾക്കാർ മലയാള ഭാഷയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ബേസിൽ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ്റെ ബേസിലാണ് ആ 3 ഡിസ്ട്രിക്റ്റിനെയും കേരള എന്നുള്ള സ്റ്റേറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ ഇൻ്റഗ്രേറ്റഡ് ഓൺ July 1, 1949. അതായത് ട്രാവൻകൂറും കൊച്ചിനെയും ഒരുമിപ്പിച്ചിട്ടുള്ളത് July 1, 1949 മലബാറിനെ കൊണ്ടുവന്നിട്ടുള്ളത് November 1, 1956 അതായത് മലബാർ ജോയിൻ ചെയ്തിട്ടുള്ളത് കേരള എന്നുള്ള ഒരു രൂപീകരണത്തിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് 1956 November 1 നമ്മളുടെ കേരള സ്റ്റേറ്റ് ഫോം ചെയ്ത സമയത്ത് തന്നെയാണ് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഓൾ ദ എവിഡൻസസ് ഷോ ദാറ്റ് ലോക്കൽ ബോഡീസ് ഹാഡ് ഫങ്ഷൻഡ് ഇൻ ഓൾ ദ ടെറിട്ടോറിയൽ യൂണിറ്റ്സ് ഈവൻ ഫ്രം ഏർലിയർ ഡേയ്സ്. അതായത് ദർ ആർ പ്രൂഫ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, എവിഡൻസസ് ഉണ്ട് ഈ പറഞ്ഞ ലോക്കൽ ഗവൺമെൻറ് പണ്ട് തൊട്ടേ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് പ്രൂഫുകളുണ്ട്. അതിൽ ഇവർ ബേസിക്കലി പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഇൻ കേരള ലോക്കൽ ബോഡീസ് വർ ഇൻ ദ ഫോം ഓഫ് കാസ്റ്റ് ഓർ ട്രൈബൽ അസംബ്ലീസ് ഇൻ ആൻഷ്യൻ ടൈമിൽ നമ്മളുടെ കേരളത്തിൽ ലോക്കൽ ബോഡീസ് വർക്ക് ചെയ്തിട്ടുള്ളത് കാസ്റ്റ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രൈബൽ അസംബ്ലീസിൻ്റെ ബേസിലായിരിക്കും അന്നത്തെ ആൻഷ്യൻ്റ് സമയത്ത് ഈ പറഞ്ഞ പഞ്ചായത്ത് രാജ് സിസ്റ്റം വർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലോക്കൽ ബോഡി വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് കൂട്ടം എന്നാണ് മെഡീവൽ ടൈമിൽ ഈ പറഞ്ഞ ലോക്കൽ ബോഡീസിനെ പറഞ്ഞിട്ടുള്ളത്. വില്ലേജ് സഭാസാണ് ലേറ്റർ മെഡീവൽ അല്ലെങ്കിൽ മോഡേൺ പീരീഡിൻ്റെ കുറച്ചും കൂടെ മുന്നുള്ള സമയത്ത് ഈ പറഞ്ഞ ലോക്കൽ ബോഡീസിനെ പറയുന്നത് വില്ലേജ് സഭാസ് എന്നാണ്. പിന്നെ ഉള്ളത് ദ ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് ഫോർ ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം വാസ് ടേക്കൺ ബൈ ഗവൺമെൻറ് ഓഫ് ട്രാവൻകൂർ. അതായത് ഈ പറഞ്ഞ പഞ്ചായത്ത് രാജിനുള്ള ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് കേരളത്തിൽ എടുത്തിട്ടുള്ളത് ട്രാവൻകൂർ ഗവൺമെൻറ്റാണ്. അതെന്താണെന്ന് വെച്ചാൽ വില്ലേജ് പഞ്ചായത്ത് ആക്ട് ഓൺ January 25, 1925 ജാനുവരി 25 വില്ലേജ് പഞ്ചായത്ത് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ട് ട്രാവൻകൂർ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ദ നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് പഞ്ചായത്ത് ഓർഗനൈസേഷൻ ടുക്ക് പ്ലേസ് ഇൻ 1937. 1937 ഒരു ഇനീഷ്യേറ്റീവ് കൂടി എടുത്തിട്ടുണ്ട്, അതും ട്രാവൻകൂർ തന്നെ. അതായത് വില്ലേജ് യൂണിയൻ ആക്ട് 9 പ്രകാരം ഈ പറഞ്ഞ
നമ്മുടെ ട്രാവൻകൂർ പാസ്സാക്കിയിട്ടുണ്ട്. അത് പ്രകാരം 39 വില്ലേജുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പിന്നെയുള്ളത് ഇത്രയും ഇത് മാത്രമല്ല, ചരിത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ 1916 പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്റ്റും കൂടെ ഉണ്ട്. അത് 1994 പഞ്ചായത്ത് രാജ് ആക്ട് പറയുമ്പോൾ പറയാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഉള്ളത് ഇതിൽ പറയാനുള്ളത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നമ്മളുടെ 1947 ശേഷവും ഒരുപാട് തരത്തിലുള്ള ഇങ്ങനത്തെ ആക്റ്റുകൾ അല്ലെങ്കിൽ റിഫോംസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. Indian independence was a great stimulus to the concept of local self-government and its extension to remote areas. ചെറിയ ചെറിയ ഏരിയകളിലേക്ക് ഈ പറഞ്ഞ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്റ്റൻഷനും ഈ പഞ്ചായത്തി രാജ് സിസ്റ്റം കൊണ്ട് നടന്നിട്ടുണ്ട്. When the constitution formed, it was remarked in the article 40 of the constitution. Previous classൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഈ പറഞ്ഞ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 കൊണ്ടുവന്ന സമയത്ത് DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർട്ടിക്കിൾ 40 പഞ്ചായത്തി രാജ് സിസ്റ്റം അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിൻ്റെ എനാക്ട്മെൻറ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കേരളത്തിലും ഈ പറഞ്ഞ ആർട്ടിക്കിളുകൾ ഉള്ളത് കൊണ്ട്, അതായത് ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ അത് എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരണം എന്ന്. ഓരോ സ്റ്റേറ്റിലും അവരുടെ ഗവൺമെൻറ് ഈ പറഞ്ഞ ലോക്കൽ ബോഡീസിനെ കൊണ്ടുവരണം എന്നുള്ളത് ഓൾറെഡി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷ്യൂർ ചെയ്യുന്നതാണ് പീപ്പിൾ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട്. സോ നമ്മളുടെ കേരള ഗവൺമെൻറ്റും ദാറ്റ് ടൈം ഓൺവേർഡ്സ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ദ ഇൻ്റഗ്രേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് മെയ്ഡ് ദിസ് വെരി എഫക്റ്റീവ്. അതായത് കേരള സ്റ്റേറ്റിൻ്റെ രൂപീകരണം 1956 ഈ പറഞ്ഞ, അതായത് ആദ്യം 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞ 40 ആർട്ടിക്കിളിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മളുടെ സ്റ്റേറ്റ് രൂപപ്പെടുന്നത് 1956 അത് മുതൽക്ക് തന്നെ നമ്മളുടെ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട് ലോക്കൽ ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1950-1970 കാലഘട്ടത്തിൽ കേരള ഗവൺമെൻറ് 3 സ്റ്റാച്യുവേറ്ററി കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് 3 സ്റ്റാച്യുവേറ്ററി കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ആ 3 സ്റ്റാച്യുവേറ്ററി കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മിറ്റി 1958, ദ കമ്മീഷൻ ഫോർ ഡെലിമിറ്റേഷൻ ഓഫ് പഞ്ചായത്ത് ഏരിയാസ് 1959, അഡ്മിനിസ്ട്രേറ്റീവ് റീഓർഗനൈസേഷൻ ആൻഡ് എക്കണോമിക് കമ്മിറ്റി 1965. ഈ 3 ആ സ്റ്റാച്യുവേറ്ററി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെൻറ് 1950-1970 കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നും കൂടെ ഞാൻ പറയാം 3 ഏതൊക്കെയാണുള്ളത്. ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മിറ്റി ഓഫ് 1958, ദ കമ്മീഷൻ ഫോർ ഡെലിമിറ്റേഷൻ ഓഫ് പഞ്ചായത്ത് ഏരിയാസ് 1959, അഡ്മിനിസ്ട്രേറ്റീവ് റീഓർഗനൈസേഷൻ ആൻഡ് എക്കണോമിക് കമ്മിറ്റി 1965. ഇത്രയാണ് നമ്മളുടെ കേരള ഗവൺമെൻറ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ നമ്മളുടെ കേരള എന്നുള്ളതിൻ്റെ കേരള സ്റ്റേറ്റ് ഫോർമേഷന് ശേഷം കൊണ്ടുവന്നിട്ടുള്ളൊരു മേജറായിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവ്. പിന്നെ ഉള്ളത് കേരള പഞ്ചായത്തി രാജ് ആക്ട് 1960 നമ്മൾ പറഞ്ഞു. അത് അന്ന് പാസ് ചെയ്തിരുന്നു. അത് പ്രകാരം കുറേ രീതിയിലുള്ള നമ്മളിപ്പോൾ 3 ടയർ നമുക്കറിയാം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള 3 ലെവലുകൾ. അത് തന്നെ ഒന്നും കൂടെ അതിനെ മെച്ചപ്പെടുത്തിയ രീതിയിലുള്ളതാണ് കേരള പഞ്ചായത്തി രാജ് ആക്ട് 1994. അതിൽ ദ കേരള പഞ്ചായത്തി രാജ് സിസ്റ്റം കെയിം ഇൻ ടു ഓപ്പറേഷൻ ഫ്രം 30 സെപ്റ്റംബർ 1995. ഈ പറഞ്ഞ കേരള പഞ്ചായത്തി രാജ് ആക്ട് 1994 പാസ്സായത്, ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയത് കേരളത്തിൽ 30 സെപ്റ്റംബർ 1995. അതുപോലെ ഇതിൻ്റെ പവേഴ്സ് കാര്യങ്ങൾ സ്റ്റേറ്റിൽ നിന്നുള്ള പവേഴ്സൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് 2 ഒക്ടോബർ 1995. പിന്നെയുള്ളത് ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻ കേരള നോട്ട് സീൻ ആസ് ഹൈറാർക്കി. നമ്മൾ ബേസിക്കലി നമ്മളുടെ പണ്ട് കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് വേണമെങ്കിൽ ചെയ്യാം. പണ്ട് കാലത്തെ നമ്മളുടെ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതൊന്ന്
നോക്കിയാൽ അതിൽ മനസ്സിലാവും. കാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 3 രീതിയിൽ അതിനെ ആൻഷ്യൻ പീരീഡിൽ കാസ്റ്റ് ബേസിലാണ്. സോ അന്നത്തെ കാലത്തൊക്കെ അവിടുത്തെ എലക്ഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സുപ്രീം അതോറിറ്റിയിലിരിക്കുന്ന ആളെ സെലക്ട് ചെയ്യണം ഓൺ ദ ബേസ് ഓഫ് കാസ്റ്റ് അല്ലെങ്കിൽ ഒക്കുപ്പേഷൻ, എന്തെങ്കിലും തരത്തിലുള്ളൊരു ഹയറാർക്കി ബേസിലായിരിക്കും അവരെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിൽ ആ ഒരു ഹയറാർക്കി ഇല്ല എന്നുള്ളതാണ്. ആഫ്റ്റർ ഈ പറഞ്ഞ കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ആ പറഞ്ഞ ഹയറാർക്കി ഇല്ല. ഈച്ച് ടയർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് എല്ലാ ടയറും, ഈ 3 ടയർ ഉണ്ടല്ലോ, 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത്, ഇതിൽ ഓരോന്നും മറ്റിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലെ ദേ ആർ ഇൻഡിപെൻഡൻറ്റ്, സ്വതന്ത്രമായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ 13 ഡിപ്പാർട്ട്മെൻറ്റ്സാണ് ഗ്രാമപഞ്ചായത്തിനുള്ളത്. അതുപോലെ 9 എണ്ണമാണ് ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത്, 10 എണ്ണമാണ് ഡിസ്ട്രിക്ട് പഞ്ചായത്തിനുള്ളത്. പിന്നെയുള്ളത് ഗ്രാമപഞ്ചായത്തിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ 978 ഗ്രാമപഞ്ചായത്തുണ്ട്. അതിൽ ആദ്യത്തെ വന്നിട്ടുള്ളത് ജൂലൈ 17, 1953 കുമരകം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ്. പിന്നെയുള്ളത് ഇവരുടെ ഈ 3 ടയർ സിസ്റ്റത്തിൻ്റെ ഇൻകം വരുന്നത് ഒന്നെങ്കിൽ പ്രൊഫഷണൽ ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാക്സുകളിൽ നിന്നാണ്. അതുപോലെ ദ പ്രസിഡൻറ്റ് ഈസ് ചൂസൺ ഫ്രം ദ എലക്റ്റഡ് വാർഡ് മെമ്പേഴ്സ്. നമ്മളിപ്പം നമ്മളുടെ എലക്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. സോ ഓരോ വാർഡിലെയും മെജോറിറ്റി ഏത് പാർട്ടിക്കുള്ള അങ്ങനെ നോക്കിയിട്ട് എലക്ട് ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങൾക്കറിയുന്ന കാര്യമാണ്, ഞാൻ കുറച്ചും കൂടെ പറഞ്ഞത് എന്താ പറയുക, ഡിഫിക്കൽട്ട് ആക്കേണ്ട കാര്യമില്ല. സോ പ്രസിഡൻറ്റിനെ ചൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെയുള്ളത് സീറ്റ്സ്, അതായത് ഇപ്പോൾ ഓരോ വാർഡുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡ് ഉണ്ടാവും, സ്ത്രീകൾക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്ത വാർഡുകളുണ്ട്. അങ്ങനെയുള്ള റിസർവേഷൻസ് സ്ത്രീകൾക്കും അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ഡിസ്ട്രിക്റ്റ് ലെവലിൽ ഉണ്ട്. പിന്നെ ഇവരുടെ കമ്മിറ്റീസ്, ഇവർക്ക് പ്രധാനമായിട്ട് ഈ 3 ടയർ സിസ്റ്റത്തിലും കമ്മിറ്റീസ് ഉണ്ട്. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്, വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്, അതുപോലെ ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റീസും ഉണ്ട്. പിന്നെയുള്ളത് പഞ്ചായത്ത് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഈ പറഞ്ഞ പഞ്ചായത്തുകളുണ്ടല്ലോ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത്, ഈ 3 ടയർ ലെവൽ റെസ്പോൺസിബിൾ ആയിട്ടുണ്ട് ചില ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് സച്ച് ആസ് പ്രൈമറി സ്കൂൾസ്, അതുപോലെ കൃഷിഭവൻ, ഹെൽത്ത് സെൻറ്റേഴ്സ്, ആയുർവേദിക് ആൻഡ് ഹോമിയോ ആൻഡ് വെറ്ററിനറി ഡിസ്പെൻസറീസ്, വെറ്ററിനറി ഡിസ്പെൻസറീസ്. അങ്ങനെ ഇത്രയും കാര്യങ്ങളിലാണ് പഞ്ചായത്തുകൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഒന്നും കൂടെ ഞാൻ പറയാം. പഞ്ചായത്ത് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക്, ഈ പറഞ്ഞ 3 ടയർ ലെവൽ പഞ്ചായത്തുകളും റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറച്ച് ഗവൺമെൻറ് ഓഫീസസ് ഉണ്ട്. നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഓഫീസസും ഉണ്ട് ഗവൺമെൻറ്. അറ്റ് ദ സെയിം ടൈം ഈ 3 ടയർ ലെവലിലും കൺട്രോൾ ചെയ്യപ്പെടുന്ന ഗവൺമെൻറ് ഓഫീസസ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണമാണ്. ഒന്ന് പ്രൈമറി സ്കൂൾസ്, കൃഷിഭവന്, ഹെൽത്ത് സെൻറ്റേഴ്സ്, ആയുർവേദിക്, ഹോമിയോ, വെറ്ററിനറി ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചെണ്ണം. സോ ഇത്രയാണ് ബേസിക്കലി നമ്മൾ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റം കേരളത്തിൽ എങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനുള്ളൊരു സിമ്പിളായിട്ടുള്ള, വെരി സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കാം, പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുന്നുള്ളതുകൊണ്ട് സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. കാരണം ഇതൊരു ചെറിയ ടോപ്പിക് ആയതുകൊണ്ടാണ് സിമ്പിൾ രീതിയിൽ പറഞ്ഞത്. സോ ഫോർ ടുമോറോസ് ക്ലാസ് നമ്മൾ പീപ്പിൾസ് പ്ലാനിങ് പ്രോഗ്രാം, കേരളത്തിലുണ്ടായിരുന്ന പീപ്പിൾസ് പ്ലാനിങ് പ്രോഗ്രാം എങ്ങനെയാണെന്നുള്ളത് നാളത്തെ ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും.